നാളെ രാവിലെ മോളിക്കുട്ടി ഒന്ന് വീട്ടിലേക്ക് വന്നാൽ മതി. പണം ഞാൻ അവിടെ ഏൽപ്പിച്ചേക്കാം. സർ, അച്ഛൻ പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഞാൻ ഈ പണം തിരിച്ചു തരാട്ടോ. അത് കുഴപ്പമില്ല കുട്ടി. മോളിക്കുട്ടിയെ ഞങ്ങൾക്ക് അത്ര വിശ്വാസമല്ലേ. മോളിക്കുട്ടി എന്തായാലും നാളെ വന്നോളൂ. താങ്ക് യു സർ. ആയിക്കോട്ടെ, ഓക്കെ. ആ സാറിനും ചേച്ചിക്കും എന്നെ വലിയ കാര്യ. സാറ് കുറച്ചുനാൾ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോ ചേച്ചി പ്രഗ്നന്റ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവലും തിരിച്ചു കൊണ്ടുവരലൊക്കെ എന്റെ ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ദിവസം ചേച്ചിക്ക് തീരെ വയ്യാതായി. പിന്നെ ആ സാറ് വരുന്നത് വരെ ഞാനായിരുന്നു കാവല്. അന്ന് തുടങ്ങിയുള്ള കാര്യ. എടി, നമ്മള് ചിലപ്പോ കുറച്ച് കൂടുതൽ സ്ഥലത്ത് അലയേണ്ടി വരും. പക്ഷെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ട പണം നമുക്ക് ഒപ്പിക്കാൻ പറ്റുമെന്ന് നിനക്ക് വിശ്വാസമായില്ലേ? ഉണ്ട് മോളിക്കുട്ടി, എല്ലാവരുടെയും സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ നിനക്ക്? വാ, ഇനിയും 1-2 ആൾക്കാരോട് ചോദിക്കാനുണ്ട്. ആരാ? ഗാഥയാ. ഓ, ഇനി ഇതിന്റെ ഇടയില് അവളിനി വിളിക്കാത്തതിന്റെ കാര്യമേ ഉള്ളൂ. നീ വന്നേ, വാ. എടി, ഓ, എന്താന്ന് വെച്ചാ പറഞ്ഞ് അവസാനിപ്പിക്കേ, അല്ലെങ്കിലേ ഇനി ഒരു സ്വസ്ഥതയും തരില്ല. ഹലോ, നീ എവിടെയടി? എന്താ കാര്യം? നവീൻ എന്നെ വെറുക്കാൻ നീ എന്താടി ചെയ്തേ? നീ കൈവശം കൊടുത്തോ? ഗാഥ, എന്തൊക്കെയാ ചോദിക്കുന്നേ? ഈ കൈവശം പോലുള്ള കാര്യങ്ങളിലൊക്കെ ഗാഥയ്ക്ക് വിശ്വാസമുണ്ടോ? അതൊക്കെ ആളുകൾ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. നിങ്ങൾക്കൊക്കെ എല്ലാത്തരം വിശ്വാസങ്ങളും ഉള്ളവരല്ലേ. നിനക്ക് വേണ്ടി എന്ത് തരം പൂജ ചെയ്യാനും നിന്റെ അമ്മ ഓടി നടക്കുന്നതല്ലേ. പൂജ മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് നീ നവീന്റെ മനസ്സ് പിടിച്ചെടുത്തതുകൊണ്ടാ നവീൻ എന്നെ വെറുത്തത്. ഗാഥ, ഞാനൊരു പൂജയും മന്ത്രവാദവും ചെയ്തിട്ടില്ല. എത്ര തവണ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, നിന്നെയോ നിന്റെ മമ്മിയോ ചതിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ലെന്ന്. എന്റെ നവീനെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞ നിന്നെ ഞാൻ എന്താ ചെയ്യാന്നറിയാലോ. നീ എന്താടി ചെയ്യാ? എടി, ഞാൻ മോളിക്കുട്ടിയാ. നീ കൃഷ്ണയെ എന്ത് ചെയ്യുന്ന ചോദിച്ചേ? അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ലോകത്തിന്റെ അച്ചുതണ്ടേ നീയും നിന്റെ മമ്മിയാണെന്ന് കരുതുന്നതാ. അതെ, തെറ്റാ. നിന്നെക്കാളും നിന്റെ മമ്മിയെക്കാളും വലിയ ബിസിനസ്സുകാര് ഈ നാട്ടിലുണ്ട്. നിന്നെക്കാളും സൗന്ദര്യമുള്ള ഒരുപാട് പെണ്ണുങ്ങള്, നിന്നെക്കാളും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് പെണ്ണുങ്ങള് ഈ നാട്ടിലുണ്ട്. അത് തിരിച്ചറിയാൻ പറ്റാതെ ചുമ്മാ കൃഷ്ണയാണ് കൃഷ്ണയാണ് കാരണമൊന്നും പറഞ്ഞ് ഇരിക്കലേ നീ. പകരവേ നീ നിന്റെ സ്വഭാവം മാറ്റാൻ നോക്ക്. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പഠിച്ചു നോക്ക്. എന്നിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. നീയാണ് അവളുടെ പിൻബലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ കൊടുക്കുന്ന ധൈര്യത്തിലാ അവൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്ന. നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടാലുണ്ടല്ലോ നിന്റെ മുഖം അടിച്ച് ഞാൻ പൊളിക്കും. ആഹാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിലേ നമുക്കേ അതങ്ങ് മാറ്റി വെക്കണ്ട. ഞാനേ ചങ്ങാതിക്കടവിനടുത്ത് ശാന്തിപുരം എന്ന സ്ഥലത്തുണ്ട്. വരുന്നുണ്ടോ നീ? ധൈര്യം ഉണ്ടോടി നിനക്ക് വരാൻ? നീ വെല്ലുവിളിക്കുന്നതേ ഗാഥാ ശ്രീനിവാസനെയാ. ഒന്ന് പോടി അവിടുന്ന്. ഗാഥാ ശ്രീനിവാസൻ, ഗാഥാ ശ്രീനിവാസൻ ലോകത്തെ ഏറ്റവും മഹത്തരമായ പേരാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുക. നിന്റെ പേരിന് ഒരു പ്രത്യേകതയുമില്ല, ഒരു സാധാരണ പേര് മാത്രം. ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്, അതും കാത്തിരുന്നു നീ.